നമ്മളൊരു നാരകക്കാളി കുഞ്ഞിനെ കൂടി ദത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കോമൺ മോർമൺ. ഇവരെങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ചിലരെല്ലാം എന്നോട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ ഞാനൊരു പാഴ്സൽ ഡബ്ബ എടുത്തിട്ട് അതിൻ്റെ മൂടി കട്ട് ചെയ്ത് അതിലൊരു നെറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടാണ് കൂടുണ്ടാക്കിയത്. ഇലയോടെ തന്നെ അതിനകത്ത് ഇറക്കി വയ്ക്കാം. അപ്പോൾ വെളിച്ചവും കിട്ടും, പക്ഷെ പല്ലിയൊന്നും വന്ന് പിടിക്കത്തുമില്ല. പിന്നെ കാഷ്ടമെല്ലാം ദിവസവും ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ അതിനകത്ത് നിറച്ച് പൂപ്പലാവും. ദിവസവും ഒരു 4-5 ഫ്രഷ് ഇലകൾ വെച്ചിട്ട് കൊടുത്താൽ മതി. കാരണം അധികം വെച്ചാലും വാടിപ്പോയി അവർ കഴിക്കില്ല. നമ്മുടെ കാറ്റർപില്ലർ പച്ച നിറമുള്ള ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ. ഇതിൻ്റെ തലയുടെ മുൻഭാഗത്ത് കൊമ്പ് പോലുള്ള 2 ഭാഗങ്ങളുണ്ട്. അത് ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. അത് ശത്രുക്കൾ ആരെങ്കിലും വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇട്ടിട്ട് ബേർഡ്സിനെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഒന്നും ചെയ്യുമൊന്നുമില്ല. ഇനി ഇതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ഇതിൻ്റെ പിൻഭാഗത്തുള്ള ഒരു ഫേക്ക് ഫേസ് ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു രൂപം കാണാം. എല്ലാ ശത്രുക്കളെ പേടിപ്പിക്കാനുള്ള സൂത്രങ്ങൾ തന്നെയാണ്. ഇനി ഇതൊരു പ്യൂപ്പേഷൻ്റെ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ കൂടിനകത്ത് 2 ചില്ലക്കമ്പുകൾ വെച്ച് കൊടുക്കും. അത് അതിൽ പിടിച്ച് പ്യൂപ്പയാകും. അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റിലോ ഈ പാത്രത്തിൻ്റെ വശങ്ങളിലോ ഒക്കെ പിടിച്ചാണെങ്കിലും പ്യൂപ്പ ആവാറുണ്ട്.